കല്യാണി ഉണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ താൻ ഇതേ കണക്ക് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഉണ്ടെങ്കിൽ അവിടുത്തെ മരുന്നൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അത്ര ശരിയായില്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തനിക്ക് മുഖത്തുണ്ടെങ്കിൽ ഒരു പാട് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് താൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചാൽ ഇത് കണക്ക് ക്ലിനിക്കിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ അത് പണിയാവുകയും അതിനെതിരെ കേസ് കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ക്ലിനിക്കിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് സംഭവിച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് വെളിയിൽ വന്നിരിക്കുന്നത്. ഇത് കണക്ക് കല്യാണി അവിടെ ചെല്ലുകയും പൈസ ചോദിച്ച സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ കൊളാബറേഷൻ നടത്താമെന്നുള്ള രീതിയിലൊക്കെ കാര്യം പറഞ്ഞു. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ പേയ്മെൻറ്റ് നടത്തിയില്ല, അവരാണ് ആദ്യമേ കേസ് കൊടുത്തതെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഇതിൽ ആരാ പറയുന്നത് കറക്റ്റാണെന്ന് അറിയത്തില്ല. ഇവരിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ബ്യൂട്ടി പ്രോഡക്റ്റുമായിട്ട് വന്നിട്ടുണ്ട്, ഇത് ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ആൾക്കാർ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇത് കണക്ക് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർ ഓരോരോ പ്രോഡക്റ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തുമ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർ വാങ്ങുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇവരുണ്ടെങ്കിൽ ഒരു ഡോക്ടേഴ്സ് അല്ല, അവർക്ക് പൈസ കൊടുത്ത് അത് ചെയ്യുന്നത്, അത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ ഇവർക്കുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഹെൽത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സ്കിന്നിന് കുഴപ്പം വരുമോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. അവർക്ക് പൈസ കിട്ടുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ